നിനക്കറിയാമോ, ലോകം നിന്നെ തോൽപ്പിക്കുന്നത് നിന്റെ ശക്തിയില്ലായ്മ കൊണ്ടല്ല, നിന്റെ നിയന്ത്രണമില്ലായ്മ കൊണ്ടാണ്. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഒരുനാളും ലോകത്തെ നിയന്ത്രിക്കില്ല. നീ ഇന്ന് അലസനാണെങ്കിൽ നീ നാളെ മറ്റൊരാളുടെ കീഴിലാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കരുത്, കാരണം ഇത് നിന്നെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ വിജയം ഭാഗ്യമല്ല, അതൊരുനാൾ പെട്ടെന്ന് സംഭവിക്കുന്നതുമല്ല. വിജയം ശീലങ്ങളുടെ ഫലമാണ്. നീ ദിവസത്തെ എങ്ങനെ തുടങ്ങുന്നു എന്ന് നോക്കൂ. അലസതയോടെയോ അല്ലെങ്കിൽ ലക്ഷ്യത്തോടെയോ? നിന്റെ സമയം എവിടെയാണ് പോകുന്നത്? വികാരങ്ങളിലേക്കോ, വ്യർത്ഥ ചിന്തകളിലേക്കോ, അല്ലെങ്കിൽ സ്വയം വളർച്ചയിലേക്കോ? ഒരു പ്രധാന ചോദ്യം: നിന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് നീയാണോ അല്ലെങ്കിൽ സമൂഹമാണോ? ചാണക്യൻ പറഞ്ഞു, സ്വയം നിയന്ത്രിക്കാനാകാത്തവൻ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായിരിക്കും ജീവിക്കുക. ഇന്ന് നീ ചെയ്യുന്ന ചെറിയ അലസതകൾ, ഒരു ദിവസം തോന്നും ഇതൊന്നും പ്രശ്നമല്ല എന്ന്. പക്ഷേ അതേ അലസതകൾ നാളെ വലിയ വില ചോദിക്കും. ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, സുഖം തേടുന്നവൻ അടിമയാകും, കഷ്ടപ്പാട് സ്വീകരിക്കുന്നവൻ രാജാവാകും. സുഖം എളുപ്പമാണ്, പക്ഷേ അത് നിന്നെ ദുർബലനാക്കും. കഷ്ടപ്പാട് വേദനിപ്പിക്കും, പക്ഷേ അത് നിന്നെ ശക്തനാക്കും. വിജയിച്ചവർക്ക് പ്രത്യേക കഴിവുകളില്ല, പ്രത്യേക ഭാഗ്യവുമില്ല. അവർക്കുള്ളത് പ്രത്യേക ശീലങ്ങൾ മാത്രം. അവർ എല്ലാവരിലും മുന്നിൽ തുടങ്ങുന്നില്ല, പക്ഷേ അവർ എല്ലാ ദിവസവും സ്വയം ജയിച്ചുകൊണ്ടിരിക്കും. ഇന്ന് തന്നെ തീരുമാനിക്കൂ, നീ ആരാകണമെന്ന്. വികാരങ്ങളുടെ അടിമയോ അല്ലെങ്കിൽ ശീലങ്ങളുടെ രാജാവോ? ചാണക്യൻ പറഞ്ഞത് മറക്കരുത്, സ്വയം ജയിച്ചവനെ ലോകത്തിന് ഒരുനാളും തോൽപ്പിക്കാൻ കഴിയില്ല. ഇന്ന് നീ നിന്നെ ജയിച്ചാൽ നാളെ ലോകം നിന്നെ അംഗീകരിക്കും. ഈ വാക്കുകൾ നിനക്ക് ഒരു ചിന്തയെങ്കിലും നൽകിയെങ്കിൽ ഇത് മറ്റൊരാളിലേക്കും എത്തിക്കൂ. കാരണം ഒരു ശക്തമായ ചിന്ത ഒരു ജീവിതം മാറ്റാൻ മതി.